സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. റഷ്യയുടെ തടവിൽ നിന്ന് മോചിതരായ യുക്രൈൻ വൈദികരെ സ്വീകരിച്ച് സഭാ നേതൃത്വം. കീവ് റഷ്യൻ നാഷണൽ ഗാർഡ് പിടികൂടി തടങ്കിലാക്കി 2 വർഷത്തെ പീഡനവാസത്തിന് ശേഷം മോചിതരായ യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക വൈദികരെ സ്വീകരിച്ച് സഭാ നേതൃത്വം. റഷ്യൻ തടവിൽ നിന്നും മോചിതരായ കോൺഗ്രിഗേഷൻ ഓഫ് ദി മോസ്റ്റ് ഹോളി റെഡീമർ സന്യാസ സമൂഹാംഗങ്ങളായ ഫാദർ ഇവാൻ ലെവിറ്റ്സ്കി, ഫാദർ ബോഹ്താൻ ഗെലറ്റ എന്നിവർക്ക് യുക്രൈനിലെ കീവ് വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കാൻ സഭാ നേതൃത്വം എത്തിയിരുന്നു. യുക്രൈൻ പതാക പുതപ്പിച്ചാണ് ഇരുവരെയും സ്വീകരിച്ചത്. യുക്രൈനിലെ അപ്പാസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് വിശ്വൽദാസ് കുൽബോക്കാസും മറ്റു മൈത്രാന്മാരും വൈദികരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. റഷ്യൻ ഗവൺമെന്റിന്റെ ദീർഘകാല തടവുകാരായി കഴിഞ്ഞ പ്രിയപ്പെട്ടവരുടെ മോചനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും യുക്രൈൻ വൈദികനായ ഫാദർ ജോസഫ് ബോയ്ക്കോ പ്രസ്താവിച്ചു. വൈദികരെ പിടികൂടിയതു മുതൽ വൈദികരുടെ അവസ്ഥ ഏറെക്കാലമായി അജ്ഞാതമായിരുന്നെന്നും കാലക്രമേണ മാത്രമാണ് അവർ ജയിലിലാണെന്നും അറിയാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 2 വൈദികരും പീഡനത്തിന് വിധേയരായിട്ടുണ്ട്. അതിനാൽ അവരുടെ ശാരീരിക നില ദുർബലമാണ്. എന്നിരുന്നാലും അവരുടെ മോചനത്തിനായി അശ്രാന്തമായി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു. പീഡനത്തിന്റെയും ദുരുപയോഗത്തിന്റെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും വിശ്വാസവും പ്രതീക്ഷയും അവർക്ക് മുറുകെ പിടിച്ചിരുന്നുവെന്ന് യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ച വൈദികർ ഇടവക കെട്ടിടത്തിൽ ആയുധങ്ങളും യുക്രൈനിയൻ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും കൈവശം വെച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഇവരെ തടങ്കിലാക്കിയത്. 2022 നവംബർ 16 റഷ്യക്കാർ അധിനിവേശ മേഖലയായ ബെർഡിയാൻസ്കിൽ വെച്ചാണ് വൈദികരെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.